ഈ സന്മാർഗത്തിലൂടെ, സത്യത്തിന്റെ വഴിയിലൂടെ, തൗഹീദിന്റെ പാതയിലൂടെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ അല്ലാഹ് നമുക്ക് തന്ന ഈ ഒരു സൗഭാഗ്യം, ഈ തൗഫീഖ്, അതാണ് നിലനിന്ന് കിട്ടേണ്ടതും. അത് കിട്ടിയതിനാണ് മനസ്സറിഞ്ഞ് നമ്മളെല്ലാവരും അൽഹംദുലില്ലാ എന്ന് പറയേണ്ടതും. കാരണം നമ്മളെല്ലാവരും മരണപ്പെടും. മരണത്തിനപ്പുറമുള്ള ജീവിതത്തിൽ നമുക്ക് രക്ഷപ്പെടാനാകുന്നത് നമ്മെ പടച്ചു പരിപാലിക്കുന്ന റബ്ബിൻ്റെ അടുത്ത് സ്വീകാര്യപ്രദമായ ഏക ആദർശം എന്ന് പറയുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് ഇന്നദ്ദീന ഇൻദല്ലാഹിൽ ഇസ്ലാം. അല്ലാഹുവിൻ്റെ അടുത്ത് സ്വീകാര്യയോഗ്യമായ മതം, ആദർശം അത് ഇസ്ലാം മാത്രമാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഓർമ്മപ്പെടുത്തുമ്പോൾ, സഹോദരങ്ങളെ, ആ ഇസ്ലാമിൽ ജീവിക്കാൻ, ആ ഹിദായത്തിൽ ജീവിക്കാൻ അല്ലാഹ് നമുക്ക് അവസരം തന്നു. രണ്ടു കാര്യം: ഒന്ന് അൽഹംദുലില്ലാ എന്ന് വാക്കാലും പ്രവൃത്തിയാലും പ്രഖ്യാപിക്കാൻ നമുക്കാകണം. രണ്ടാമത്തത് നിലനിന്ന് കിട്ടാനുള്ള പ്രാർത്ഥന നമ്മളിൽ നിന്നുണ്ടാകണം. സഹോദരങ്ങളെ, അതിൻ്റെ പ്രാധാന്യം നമുക്ക് മനസ്സിലാകുന്നത്, ഈ ഹിദായത്തിന്റെ വില നമുക്ക് മനസ്സിലാകുന്നത് ചരിത്രത്തിലെ ചില സംഭവങ്ങളിലൂടെ, വരാനിരിക്കുന്ന ചില കാര്യങ്ങൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതിലൂടെ നമ്മളൊന്ന് കണ്ണോടിച്ചാൽ ഈ കിട്ടിയ ഹിദായത്തിന്റെ വില നമുക്ക് മനസ്സിലാകും. അനസ് റളിയല്ലാഹു അൻഹു പറയാണ്, അന്ന റജുലൻ ഖാല യാ റസൂലല്ലാഹ് ഐന അബി ഖാല ഫിന്നാർ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് വന്ന് അനസ് റളിയല്ലാഹു അൻഹു പറയാണ്, ഒരു മനുഷ്യൻ പ്രവാചകന്റെ അടുത്ത് വന്നിട്ട് ചോദിക്കുകയാണ്, സങ്കടപ്പെട്ട് ചോദിക്കുകയാണ്, നബിയെ, ഐന അബി, എൻ്റെ ഉപ്പ എവിടെയായിരിക്കും? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വഹയിന്റെ അടിസ്ഥാനത്തിൽ പറഞ്ഞു, ഫിന്നാർ, തങ്ങളുടെ പിതാവ് നരകാവകാശിയാണ്. അദ്ദേഹത്തിന് സങ്കടമായി. കണ്ണു നിറച്ച് ആ മനുഷ്യൻ തിരിച്ചു പോകുന്ന സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ആ മനുഷ്യനെ തിരിച്ചു വിളിച്ചു. എന്നോട് പറഞ്ഞു, ഇന്ന അബി വ അബാക ഫിന്നാർ, ഇന്ന അബി വ അബാക ഫിന്നാർ. നിന്റെ ഉപ്പ മാത്രമല്ല, എൻ്റെ ഉപ്പയും നിന്റെ ഉപ്പയും നരകത്തിലാണ്. സ്വഹീഹ് മുസ്ലിമിൽ ഈ ഹദീസ് നമുക്ക് വായിക്കാനാകും. സഹോദരങ്ങളെ, നാളെ വിശുദ്ധമായ സ്വർഗത്തിന്റെ കവാടം തുറന്ന് ആദ്യമായി ആ സ്വർഗത്തിലേക്ക് പ്രവേശിക്കുന്ന, ലോകത്ത് ജീവിച്ച വിശ്വാസി സമൂഹത്തിന് ഹൗദിൽ നിന്ന് വെള്ളം കോരി കൊടുക്കാൻ അതിന്റെ അവകാശം അല്ലാഹ് കൊടുത്ത അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിതാവിന് കിട്ടാത്ത സൗഭാഗ്യമാണ് സാധുക്കളായ പാവങ്ങളായ നമുക്കല്ലാഹു നൽകിയിട്ടുള്ളത്. എത്ര തവണ നമ്മൾ അൽഹംദുലില്ലാ പറയണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയാണ്, നാളെ പരലോകത്ത് ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമയും അദ്ദേഹത്തിന്റെ പിതാവും പരസ്പരം കണ്ടുമുട്ടുന്ന ഒരു രംഗമുണ്ട്. ആ സമയത്ത് ഫയഖൂലു ലഹു ഇബ്രാഹിം, ബാപ്പാനോട് ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം പറയുമെന്നാണ്, അലം അഖുൽ ലക് ലാ തഅസിനി, ഉപ്പ, ജീവിതകാലത്ത് ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നു, ലാ തഅസിനി, വഹീന്റെ അടിസ്ഥാനത്തിൽ ഞാൻ പറയുന്ന കാര്യങ്ങളോട് ധിക്കാരം കാണിക്കരുതേ, അനുസരണക്കേട് കാണിക്കരുതേ, ഞാൻ പറയുന്നത് അനുസരിച്ച് യഥാർത്ഥ വിശ്വാസിയായി ജീവിക്കണമെന്ന് ഉപ്പ ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നു. ഫയഖൂൽ, ആ സമയത്ത് ഫയഖൂലു അബൂ, ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ഉപ്പ പറയും, ഫൽയൗമ ലാ അഅസീക്, ഇന്നത്തെ ദിവസം ഒരിക്കലും ഞാൻ നിന്നെ ധിക്കരിക്കുകയില്ല. ആ സമയത്ത് ഫയഖൂലു ഇബ്രാഹിം, യാ റബ്ബി ഇന്നക വഅദ്തനി അല്ലാ തുഖ്സിനി യൗമ യുബ്അസൂൻ, ഉയർത്തെഴുന്നേൽപ്പിന്റെ നാളിൽ എന്നെ നീ പരിഹാസ്യനാക്കുകയില്ല, നിന്ദിക്കുകയില്ല എന്ന് റബ്ബേ നീ എനിക്ക് വാഗ്ദാനം തന്നതാണ്. ഫഅയ്യു ഖിസിൻ അഖ്സാ മിൻ അബി, ഈ ഉപ്പ ഈ അവസ്ഥയിൽ നരകത്തിലേക്ക് പോകുന്നതിനേക്കാളും റബ്ബേ എന്ത് നിന്ദ്യതയാണ് ഈ പരലോകത്ത് എനിക്ക് അനുഭവിക്കാനുള്ളത്. എന്നെ നിന്ദിക്കുകയില്ല, പരിഹസിക്കുകയില്ല എന്ന് റബ്ബേ നീ എനിക്ക് വാക്കു തന്നതാണ്. എൻ്റെ ഉപ്പ നരകത്ത് പോകുക എന്നതിനേക്കാൾ പിന്നെ എന്ത് നിന്ദ്യതയാണ് എനിക്കുള്ളത്. ഫയഖൂലുല്ലാഹു തആല, അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടെ പറയുമെന്നാണ്, ഇന്നി ഹറംതുൽ ജന്ന അലൽ കാഫിരീൻ, ഇബ്രാഹിം, കാഫിറുകൾക്ക് സ്വർഗം നിഷിദ്ധമാണ് എന്ന് ഞാൻ പറഞ്ഞതാണ്. തുമ്മ യുഖാലു യാ ഇബ്രാഹിം മാ തഹത റിജ്ലൈക്, ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമയോട് പറയും, താങ്കളുടെ കാൽച്ചുവട്ടിലേക്കൊന്ന് നോക്കുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയാണ്, ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം തന്റെ കാൽച്ചുവട്ടിലേക്ക് നോക്കുമ്പോൾ ചളിയിൽ കുതിർന്ന രോമങ്ങളുള്ള ഒരു പ്രത്യേക രൂപത്തിൽ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമയുടെ പിതാവ് മാറിയിട്ടുണ്ടാകും. അദ്ദേഹത്തിന്റെ കുടുമ പിടിച്ച് ഫയുൽഖാ ഫിന്നാർ, നരകത്തിലേക്ക് എറിയപ്പെടുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു. സ്വഹീഹുൽ ബുഖാരിയിൽ നമ്മളത് വായിക്കുകയാണ്. സഹോദരങ്ങളെ,
വിശുദ്ധമായ സ്വർഗത്തിൽ ആദ്യം വസ്ത്രമണിയിക്കപ്പെടുന്നത് ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമക്കാണ്. ആ ഇബ്രാഹിം നബിയുടെ ഉപ്പാക്ക് കിട്ടാത്ത സൗഭാഗ്യമാണ് നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയിട്ടുള്ളത്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഇവിടെ ഇരിക്കാൻ പറ്റി എന്നുള്ള ഈ തൗഫീഖ് ഉണ്ടല്ലോ, ഈ ജുമുഅയുടെ സമയത്ത് ഈ സഫിൽ ഇരിക്കാൻ പറ്റി എന്ന ഈ തൗഫീഖ്, ആരോഗ്യരംഗത്തെ പ്രയാസങ്ങൾ നീങ്ങിയിരിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞ അൽഹംദുലില്ലയേക്കാൾ മനസ്സിൽ തട്ടി നാം അൽഹംദുലില്ല പറയേണ്ടത് ഈ സൗഭാഗ്യത്തിനാണ്. ഇവിടെ ഇരിക്കാൻ അല്ലാഹു തന്ന ഈ സൗഭാഗ്യത്തിന്, ഈ നന്മയുടെ വഴിയിൽ സഞ്ചരിക്കാൻ അല്ലാഹു തന്ന ഈ അവസരത്തിന്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, നബി ഹുറൈറത റളിയല്ലാഹു അൻഹു ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കുല്ലു അഹ്ലിൻ നാരി യുറാ മഖഅദഹു മിനൽ ജന്ന. നരകത്ത് പോണ മനുഷ്യര് നന്നായി ജീവിച്ചിരുന്നെങ്കിൽ സ്വർഗത്തിൽ അവർക്ക് കിട്ടുമായിരുന്ന ഇരിപ്പിടത്തെ കാണുമെന്നാണ്. ഫയഖൂൽ, ആ സമയത്ത് അവർ പറയും, ലൗ അന്നല്ലാഹ ഹദാനി, പടച്ചോൻ എനിക്ക് ഹിദായത്ത് തന്നിരുന്നെങ്കിൽ അതെനിക്ക് കിട്ടുമായിരുന്നല്ലോ എന്ന് അവിടെ വിലപിച്ചു പോകും. ഫയകൂനു അലൈഹിം ഹസ്റ, ഒരു നഷ്ടബോധം അവർക്ക് അവിടെ അനുഭവിക്കേണ്ടി വരും, ഒരു നഷ്ടബോധം തോന്നുമെന്ന് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാൻ. വകുല്ലു അഹ്ലിൽ ജന്ന യുറാ മഖഅദഹു മിനൻ നാർ, സ്വർഗത്തിൽ പോകുന്ന മുഴുവൻ മനുഷ്യരും ഈ ഹിദായത്ത് കിട്ടിയില്ലായിരുന്നെങ്കിൽ നരകത്തിൽ അവരിരിക്കേണ്ടിയിരുന്ന ഇരിപ്പിടത്തെ അവർ കാണും. ഫയഖൂൽ ലൗലാ അന്നല്ലാഹ ഹദാനി, അൽഹംദുലില്ലാഹ് പടച്ചോ നമുക്ക് ഈ ഹിദായത്ത് തന്നില്ലായിരുന്നെങ്കിൽ എന്തായിരിക്കും എൻ്റെ അവസ്ഥ എന്നവിടെ പറഞ്ഞു പോകും. ഫയഖൂലു ലഹു ശുക്ര, അവരുടെ മനസ്സിൽ വല്ലാത്തൊരു ശുക്ർ, ഒരു നന്ദി അള്ളാഹു കാണിച്ച ഈ അനുഗ്രഹത്തോട് അവർ പ്രകടിപ്പിക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയാൻ. സഹോദരങ്ങളെ, അത്രയധികം നമ്മൾ ജീവിതം കൊണ്ട് നന്ദി കാണിക്കേണ്ടതാണ് ഈ ഹിദായത്ത്, ഈ സൗഭാഗ്യം അള്ളാഹു നമുക്ക് നൽകി എന്നത്. അതുകൊണ്ടാണ് അനുഗ്രഹങ്ങളുടെ ആസ്വാദനത്തിന്റെ സന്തോഷത്തിന്റെ സ്വർഗത്തിൽ പ്രവേശിച്ച് വിശ്വാസികൾ പറയുന്നൊരു വാക്കുണ്ട്, വഖാലുൽ ഹംദുലില്ലാഹില്ലദീ ഹദാനാ ലിഹാദാ വമാ കുന്നാ ലിനഹ്തദിയ ലൗലാ അൻ ഹദാനല്ലാഹ്. സ്വർഗത്തിന്റെ അനുഗ്രഹങ്ങൾ ഇങ്ങനെ അനുഭവിക്കുന്ന സമയത്ത്, അതിൻ്റെ ആസ്വാദനങ്ങളിൽ കഴിഞ്ഞുകൂടുന്ന വേളയിൽ വിശ്വാസികൾ പറയുകയാണ്, വഖാലുൽ ഹംദുലില്ലാഹില്ലദീ ഹദാനാ ലിഹാദാ, ഇതിന് നമുക്ക് മാർഗം കാണിച്ചു തന്ന അല്ലാഹുവിനാകുന്നു സർവസ്തുതിയും. വമാ കുന്നാ ലിനഹ്തദിയ ലൗലാ അൻ ഹദാനല്ലാഹ്, അല്ലാഹ് നമുക്ക് ഈ ഹിദായത്ത് നൽകിയില്ലായിരുന്നുവെങ്കിൽ ഇത് അനുഭവിക്കാനും ഇവിടെ എത്താനും നമുക്ക് കഴിയില്ലായിരുന്നു. അതുകൊണ്ട് ഈ വഴി കാണിച്ചു തന്ന, ഈ സ്വർഗത്തിലേക്ക് എത്താനുള്ള ഹിദായത്ത് കാണിച്ചു തന്ന അല്ലാഹുവിനാണ് സർവസ്തുതിയുമെന്ന് ഇവിടെ നിന്നു മാത്രമല്ല പരലോകത്ത് സ്വർഗത്തിന്റെ ആസ്വാദനങ്ങളിലും വിശ്വാസി പ്രഖ്യാപിച്ചു പോകുമെന്നാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഇത് വല്ലാത്തൊരു സൗഭാഗ്യം. ഇത് അധികാരം ഉണ്ടായതുകൊണ്ട് കിട്ടൂല, ഇത് കൂമ്പാരമായ സമ്പത്തുള്ളത് കൊണ്ട് കിട്ടൂല, ഇത് പദവിയും പവറും ഉണ്ടായത് കൊണ്ട് കിട്ടൂല. കിട്ടുമായിരുന്നെങ്കിൽ ഫിറഔൻ സ്വർഗത്തിൽ എത്തേണ്ടിയിരുന്നു, കിട്ടുമായിരുന്നെങ്കിൽ നമ്രൂദ് സ്വർഗത്തിൽ ഉണ്ടാകേണ്ടിയിരുന്നു, കിട്ടുമായിരുന്നെങ്കിൽ ഖാറൂൻ സ്വർഗത്തിന്റെ ഉന്നതികളിൽ ഉണ്ടാകേണ്ടിയിരുന്നു. ഇത് പടച്ചോന്റെ വല്ലാത്തൊരു അനുഗ്രഹം കൊണ്ട് മാത്രം കിട്ടുന്നതാണ്. അത് കിട്ടിയവരാണ് അൽഹംദുലില്ലാ നമ്മൾ. പക്ഷെ ചിലപ്പോഴെങ്കിലൊക്കെ നമുക്ക് തോന്നുന്ന ഒരു കാര്യം എന്താ അറിയോ, നമ്മൾ കുറച്ചൊരു ഇസ്ലാമികമായ കാര്യങ്ങളൊക്കെ അനുസരിച്ച് ഇങ്ങനെ ജീവിച്ച് കുറച്ചധികം എന്തെങ്കിലും ചെയ്യാൻ പറയുമ്പോൾ നമുക്ക് തോന്നണത് എന്താ വെച്ചാൽ, ഞാൻ ഈ ചെയ്യണത് തന്നെ ഒരു ഔദാര്യം കാണിക്കുകയാണോ എന്ന് ചിലപ്പോൾ നമുക്ക് തോന്നിപ്പോകും. പടച്ചോ ഹിദായത്ത് എന്നിട്ട് അള്ളാൻ്റെ ദീനിൻ്റെ മാർഗത്തിൽ ഒരു 500 കൊടുക്കുന്നിടത്ത് 1000 കൊടുക്കുമ്പോൾ നമുക്ക് തോന്നും ഞാനൊക്കെ വല്ലാത്ത ഔദാര്യം ദീനിനോട് കാണിക്കുകയാണെന്ന് നമുക്ക് തോന്നുക. നമ്മുടെ ഭൗതിക കാര്യങ്ങളൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തിട്ട് ദീനിൻ്റെ കാര്യത്തിലേക്ക് 1 മണിക്കൂർ കൊടുക്കുമ്പോൾ നമുക്കിങ്ങനെ തോന്നുകയാണ്, ഞാനെന്തോ ഈ ദീനിനോടും ദീനീ കൂട്ടായ്മയോടും ദീനീ പ്രവർത്തനത്തോടൊക്കെ ഞാനെന്തോ വലിയൊരു ഔദാര്യം കാണിക്കുകയാണ് എന്ന് പറഞ്ഞില്ലെങ്കിലും സഹോദരങ്ങളെ ചിലപ്പോഴെങ്കിലുമൊക്കെ നമ്മുടെ സമീപനങ്ങളിൽ കണ്ടുപോകും. ഇൻഷാ അല്ലാഹ് ഒരു വലിയ ദൗത്യം നമ്മൾ ഒന്നിച്ചേറ്റെടുത്തിരിക്കുകയാണ്. സഹോദരങ്ങളെ, ലോകത്ത് മക്കയിലെ മുശ്രിക്ക് പ്രഖ്യാപിക്കാത്ത പ്രഖ്യാപനം മുസ്ലിം എന്ന് പറയുന്നവന്റെ നാവിൽ നിന്ന് ലോകം കേട്ടുകൊണ്ടിരിക്കുകയാണ്. അടഞ്ഞുപോയ കണ്ണ് തുറയണമെങ്കിൽ, വലിച്ച ശ്വാസം വീണ്ടും താഴേക്ക് വിട്ട് അടുത്തതൊന്ന് വലിച്ചു കയറ്റണമെങ്കിൽ ലോകത്തിന്റെ സൃഷ്ടാവിന്റെ അനുഗ്രഹം കൂടിയേ തീരൂ. എന്നിട്ടും പറയുന്നത് ഈ ലോകം മുഴുവൻ നിയന്ത്രിക്കുന്നത് CM ആണെന്ന് പറയുമ്പോൾ, അല്ല മനുഷ്യരെ, പടച്ചറപ്പാണ് നമ്മെ നിയന്ത്രിക്കുന്നത് എന്ന് പറയേണ്ട ഉത്തരവാദിത്തം നമ്മൾ ഒന്നിച്ചേറ്റെടുത്തിരിക്കുകയാണ്. ചിലപ്പോൾ നമുക്ക് തോന്നിപ്പോകും, ഇന്നത്തെ കാലത്ത്
വല്ലാത്തൊരു സാമ്പത്തിക മാന്ദ്യം അനുഭവിക്കുന്ന ആളുകളൊക്കെ വല്ലാത്തൊരു പ്രയാസങ്ങളിൽ നടന്ന് നീങ്ങിപ്പോയിക്കൊണ്ടിരിക്കുന്ന രാജ്യം മുഴുവൻ എന്താകുമെന്ന് ആളുകൾ ചിന്തിച്ചിരിക്കുന്ന ഒരു കാലത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ പറയാനൊരു സമ്മേളനമൊക്കെ ഇപ്പോൾ ആവശ്യമുണ്ടോ? ശൈത്താൻ വന്ന് നമ്മളോട് ചോദിക്കും. നമുക്ക് തോന്നുകയാണ് ഇതിലൊക്കെ നമ്മളിങ്ങനെ ഇടപെട്ട് കൊടുക്കുന്നത് നമ്മൾ കാണിക്കണ എന്തോ ഒരു ഔദാര്യമാണ് എന്ന്. അങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ വിശുദ്ധ ഖുർആനിന്റെ 49-ാം അധ്യായത്തിന്റെ 17-ാമത്തെ ആയത്ത് നമ്മളോടുകൂടിയാണ്. കുറച്ചാളുകൾ, ചില ഗോത്രക്കാർ പ്രവാചകന്റെ അടുത്ത് വന്ന് ഇസ്ലാം സ്വീകരിച്ചു എന്ന് പറഞ്ഞു. അവർ യഥാർത്ഥത്തിൽ അങ്ങോട്ട് ഈമാനിലേക്ക് കയറിയിട്ടില്ല. പക്ഷേ ഇസ്ലാമിക കൂട്ടായ്മയോട്, പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനുയായികളോട് യുദ്ധത്തിനൊന്നും പോകാതെ എല്ലാ സഹകരണ മനോഭാവത്തിൽ ഇങ്ങനെ ജീവിച്ച് ഒരു ഇസ്ലാമിൻ്റെ വക്കത്ത് കൂടി ഇങ്ങനെ കഴിഞ്ഞുകൂടിയപ്പോഴേക്ക് തന്നെ അവർക്ക് തോന്നിപ്പോയി ഞങ്ങൾ എന്തോ ഒരു ഔദാര്യം പ്രവാചകനോട് കാണിക്കാണ് എന്ന്. സൂറത്തുൽ ഹുജറാത്തിന്റെ അവസാനത്തിൽ അല്ലാഹ് പറഞ്ഞു, യമുന്നൂന അലൈക അന്നസ്ലമൂ ഖുൽ ലാ തമുന്നു അലയ്യ ഇസ്ലാമകും ബലില്ലാഹു യമുന്നു അലൈക്കും മൻ ഹദാകും ലിൽ ഈമാൻ ഇൻ കുൻതും സ്വാദിഖീൻ. യമുന്നൂന അലൈക അന്നസ്ലമൂ, അവർ ഇസ്ലാം സ്വീകരിച്ചത് നബിയെ നിങ്ങളോട് കാണിച്ചൊരു ദയാദാക്ഷിണ്യമായിട്ട് അവർ പറയുന്നുണ്ട്. ഖുൽ പ്രവാചകരെ പറയുക, ലാ തമുന്നു അലയ്യ ഇസ്ലാമകും, നിങ്ങൾ ഇസ്ലാം സ്വീകരിച്ചത് എന്നോട് കാണിക്കുന്ന ഔദാര്യമല്ല. ബലില്ലാഹു യമുന്നു അലൈക്കും മൻ ഹദാകും ലിൽ ഈമാൻ, ഈ ഈമാനിലേക്ക് വഴി കാണിച്ചു തന്നു എന്നത് അല്ലാഹ് നിങ്ങളോട് കാണിച്ച ഔദാര്യമാണ്. ഇൻ കുൻതും സ്വാദിഖീൻ, നിങ്ങൾ സത്യസന്ധരാണെങ്കിൽ ഇത് അല്ലാഹ് നിങ്ങളോട് കാണിച്ച കാരുണ്യാണ്. ശരിക്കൊന്ന് ചിന്തിച്ചു നോക്കാണ് ഈ സഹോദരങ്ങളെ. ഈ പള്ളിയിലിരിക്കണ നമ്മളെ നാലുകാലിൽ ആടി അങ്ങാടിയിൽ ഒരു പരിഹാസ വസ്തുവായി നിൽക്കുന്നത് ഇങ്ങനെ ആലോചിച്ച് നോക്കുകയാണെ. വീട്ടിലേക്ക് കയറി വരുമ്പോൾ സ്വന്തം മാതാവ് തിരിഞ്ഞു നോക്കുക പോലും ചെയ്യാത്തൊരു മുഴുകുടിയനായിരുന്നു നമ്മളെങ്കിൽ എന്നൊന്ന് ആലോചിച്ച് നോക്കി. ഹലാലും ഹറാമും നോക്കാതെ സമ്പാദിച്ച് എന്തോ ഒരു കളവ് കേസിൽ പിടിക്കപ്പെട്ട് നാട്ടുകാർ വായിക്കുന്ന പത്രത്തിൽ പ്രതിസ്ഥാനത്ത് ഫോട്ടോ വരുന്നൊരവസ്ഥ നമ്മളെ കുറിച്ചൊന്ന് ചിന്തിച്ചു നോക്കി. അള്ളാഹു നമ്മെ കാത്തു രക്ഷിക്കുമാറാകട്ടെ. അപ്പോഴാണ് ഈ കിട്ടിയ ഹിദായത്തിൻ്റെ വില മനസ്സിലാകുക. അതുകൊണ്ട് നമ്മൾ ആരോടെങ്കിലും, നമ്മൾ അള്ളാഹിനോടും ദീനിനോടും അങ്ങോട്ട് ഔദാര്യം കാണിക്കുകയാണെന്നല്ല നമ്മൾ ചിന്തിക്കേണ്ടത്. പടച്ചോൻ എന്നെ തെരഞ്ഞെടുത്തതാ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് 8-ാമത്തെ വയസ്സ് മുതൽ 50-ാമത്തെ വയസ്സ് വരെയുള്ള 42 കൊല്ലം എൻ്റെ കുട്ടിയെ തൊടാൻ ഒരാളെയും ഞാൻ അനുവദിക്കില്ലെന്ന് പറഞ്ഞ് മുന്നിൽ നിന്ന് സംരക്ഷണം കൊടുത്ത അബൂ ത്വാലിബിന് കൊടുക്കാത്ത തൗഫീഖ് എനിക്കും നിങ്ങൾക്കും തന്ന അല്ലാഹ് നമ്മളോട് ഔദാര്യം കാണിച്ചതാണ്. സഹോദരങ്ങളെ, ഒരു ലഘുലേഖയുടെ കഷ്ണമെടുത്ത് കൊടുത്തിട്ടെങ്കിലും ഈ ഔദാര്യത്തിന് നന്ദി കാണിക്കാൻ നമുക്കായില്ലെങ്കിൽ നമ്മൾ എത്ര ഹതഭാഗ്യരാണെന്ന് ചിന്തിച്ചു നോക്കി. പടച്ചോൻ തെരഞ്ഞെടുത്ത് ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് മനുഷ്യരെ അള്ളാഹു സൃഷ്ടിച്ചയച്ചിട്ട് അതിൽ നിന്ന് അള്ളാഹ് തെരഞ്ഞെടുത്ത അല്പം ചില ആളുകളിൽ ഉൾപ്പെടാൻ അള്ളാഹ് നമ്മെ അനുഗ്രഹിച്ചു എന്നുള്ളത് എത്ര വലിയ സൗഭാഗ്യമാണ് മനുഷ്യരെ. അതിന് ഒരു 10 മിനിറ്റ് അള്ളാഹ്ക്ക് കൊടുത്തിട്ട് ഒരു 2 വീട്ടിൽ കയറി ഈ ദീനിന്റെ ഒരു കടലാസു കഷ്ണം കൊടുക്കാനുള്ള മനസ്സ് നമുക്കുണ്ടായില്ലെങ്കിൽ നമ്മൾ കാണിക്കുന്നത് എത്ര വലിയ ധിക്കാരമാണ്. ഇതൊക്കെ അങ്ങ് നിലനിന്നു പോകുമെന്ന് നമ്മൾ വിചാരിക്കേണ്ട. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ പഠിപ്പിച്ചില്ലേ, ഏറ്റവും കൂടുതൽ കാരുണ്യത്തിന്റെ റസൂല് പ്രാർത്ഥിച്ചത് അല്ലാഹുമ്മ യാ മുഖല്ലിബൽ ഖുലൂബ് സബ്ബിത് ഖൽബി അലാ ദീനിക്. മുസൈലിമ എന്ന് കേൾക്കുമ്പോൾ മുസൈലിമത്തുൽ കദ്ദാബ് എന്നാ നമ്മൾ പറയുന്നത്. കള്ളപ്രവാചകൻ മുസൈലിമ. അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ കൂടെ ജീവിച്ചൊരു കാലം മുസൈലിമക്കുണ്ട്. പക്ഷേ അവിടെ നിന്ന് വഴിമാറിപ്പോയി മുസൈലിമ. നമ്മൾ വിചാരിക്കുന്നുണ്ടോ നമുക്ക് പടച്ചോൻ്റെ ഔദാര്യമില്ലെങ്കിൽ ഈ നിലയിൽ തന്നെ മരണം വരെ ജീവിതത്തെ കൊണ്ടുപോയി അവസാനിപ്പിക്കാനാകുമെന്ന് നമ്മൾ വിചാരിക്കുന്നുണ്ടോ? അതുകൊണ്ട് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നമൽ അഅ്മാലു ബിൽ ഖവാതീം, അന്ത്യം നോക്കിയാണ് അള്ളാഹു കർമ്മങ്ങളെ പരിഗണിക്കുന്നത്. അന്ത്യം നന്നാകണം. അതുകൊണ്ട് നാവ് കൊണ്ട്, ശരീരം കൊണ്ട്, മനസ്സുകൊണ്ട്, വാക്കുകൊണ്ട്, പ്രവൃത്തി കൊണ്ട് അള്ളാഹു തന്ന ഈ ഹിദായത്തിന് നന്ദി കാണിച്ചുകൊണ്ടേയിരിക്കണം നമ്മൾ. ലോകത്ത് അനേകം മഹത്തുക്കളുടെ കൂടെ ജീവിക്കാൻ കഴിഞ്ഞിട്ടും ഹിദായത്ത് കിട്ടാതെ തെറ്റിപ്പോയ എത്ര മനുഷ്യർ. നൂഹ് അലൈഹിസ്സലാത്തു വസ്സലാം അവ്വലുർ റുസുലാണ്, ഉലുൽ അസ്മിൽ ഒന്നാമതെണ്ണുന്ന പ്രവാചകനാണ്. ഭാര്യയും മകനും നരകത്തിലാണ്. ലൂത്ത് അലൈഹിസ്സലാത്തു വസ്സലാം ഇബ്രാഹിം നബിയുടെ സമകാലികനായി ദീനിന്റെ പ്രബോധനം നടത്തിയ പ്രവാചകനാണ്. ഭാര്യ നരകത്തിലാണ്.
നമുക്ക് അള്ളാഹു സൗഭാഗ്യം തന്നിട്ടുണ്ട്. അതുകൊണ്ട് ജീവിതം കൊണ്ട് അതിന് നന്ദി കാണിക്കാനുള്ള മനസ്സുണ്ടാകണം. തൗഫീഖിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ കരീം വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. സ്നേഹമുള്ള വിശ്വാസിനികളെ, അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കാൻ ഒരിക്കൽ കൂടി ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, നിങ്ങൾ വഴിയിൽ ഇങ്ങനെ ഇരിക്കരുത്. ഇനി അങ്ങനെ ആളുകൾ യാത്ര ചെയ്യുന്ന വഴിയോരത്ത് നിങ്ങൾക്ക് നിർബന്ധമായും ഇരിക്കേണ്ട സാഹചര്യങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ ആ വഴിയോടുള്ള ബാധ്യതകൾ നിങ്ങൾ നിർവഹിക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സ്വഹാബിമാർ ചോദിച്ചു, നബിയെ, എന്താണ് വഴിയോടുള്ള ഞങ്ങളുടെ ബാധ്യതകൾ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഗദ്ദുൽ ബസർ, നിങ്ങൾ കണ്ണുകൾ താഴ്ത്തണം. അവിടെ പലതും നടക്കും, അങ്ങാടിയാണ്, പാതയോരമാണ്, പലതും നടക്കും, പലരും അതിലൂടെ നടന്നു പോകും, പല വേഷവിധാനങ്ങളിലുള്ളവരുണ്ടാകും, പലതും അവിടെ കാണേണ്ടി വരും. ഗദ്ദുൽ ബസർ, കണ്ണ് താഴ്ത്തണം, അനുവദിക്കപ്പെട്ടതിലേക്ക് മാത്രമേ കണ്ണ് പോകാവൂ. വകഫുൽ അദാ, പ്രയാസങ്ങളെ നീക്കണം, വഴിയിൽ പ്രയാസങ്ങൾ ഉണ്ടാക്കാതെ എല്ലാ ഉപദ്രവങ്ങളെയും നീക്കണം. വറദ്ദുസ്സലാം, സലാം പറഞ്ഞാൽ അത് മടക്കണം, കേൾക്കാത്ത പോലെ ഇരിക്കല്ല. വഴിയിലാണ്, ആളുകൾ നടന്നു പോകുമ്പോൾ സലാം പറയും, ആ സലാം മടക്കണം. വഅംറും ബിൽ മഅറൂഫി വനഹ്യുൻ അനിൽ മുൻകർ, അവിടെ ആളുകളോട് നന്മ കൽപ്പിക്കുകയും തിന്മ വിരോധിക്കുകയും ചെയ്യണം. സഹോദരങ്ങളെ, വഴിയിലിരിക്കുന്നവൻ പോലും നിർവഹിക്കേണ്ട ബാധ്യതയാണ് നന്മ കൽപ്പിക്കലും തിന്മ വിരോധിക്കലും. ചിലപ്പോഴെങ്കിലും ചില ആളുകൾ എല്ലാം തികഞ്ഞിട്ടു മതി ദഅവത്ത് എന്ന് പറയുന്നത് നമ്മൾ കേൾക്കാറുണ്ട്. അറബിയിൽ എഴുതിയ എല്ലാ കിതാബും വായിക്കാൻ പഠിഞ്ഞ് ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹ്മത്തുള്ളാഹി അലൈഹിയുടെ, ഇബ്നുൽ ഖയ്യിം റഹ്മത്തുള്ളാഹി അലൈഹിയുടെ ഒക്കെ കിതാബൊക്കെ ഇരുന്ന് വായിച്ച് പഠിച്ച് അതൊക്കെ വായിക്കാൻ പഠിക്കണ കാലത്തെ നമ്മൾ ദഅവത്ത് നടത്തേണ്ടതുള്ളൂ എന്ന് വിവരമില്ലാതെ ചില ആളുകൾ പറയാറുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, വഴിയിലിരിക്കുന്ന മനുഷ്യർ പോലും ആലോചിച്ചാണ്, ഇതങ്ങനെയുള്ള പണ്ഡിതന്മാർക്ക് ഏത് നിർവഹിക്കാൻ പറ്റുള്ളെങ്കിൽ ഇബ്നുൽ ഖയ്യിമും ഇബ്നു തൈമിയ്യയും മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബും റഹിമഹുമുല്ലാ ഇവരൊക്കെ ഇങ്ങനെ വഴിയിലിരിക്കുന്ന മനുഷ്യന്മാരായിരിക്കും. ഒരു മാത്രം ചെയ്യേണ്ട ഉത്തരവാദിത്തമാണെങ്കിൽ നമ്മളെല്ലാവരും നിർവഹിക്കേണ്ട ഉത്തരവാദിത്തമാണ് ദഅവത്ത് എന്നത്. ഒരല്പസമയം ഒരു വഴിയോരത്തിരിക്കുന്നവൻ വരെ അവിടെയുള്ള മനുഷ്യരോട് നന്മ കൽപ്പിക്കണം, തിന്മ വിരോധിക്കണമെന്ന് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുമ്പോൾ ഉത്തരവാദിത്തമാണ് സഹോദരങ്ങളെ. അതിൻ്റെ അളവിൽ വ്യത്യാസം ഉണ്ടാകും. ഉന്നതരായ പണ്ഡിതന്മാർ നിർവഹിക്കേണ്ട ബാധ്യതയും നമ്മെപ്പോലെയുള്ള സാധാരണക്കാർ നിർവഹിക്കേണ്ട ബാധ്യതയും അളവിൽ വ്യത്യാസം ഉണ്ടാകും. പക്ഷെ നമുക്കെല്ലാം ഒരു കൂട്ടുത്തരവാദിത്തമുണ്ട്. ആ ഉത്തരവാദിത്ത നിർവഹണ രംഗത്ത് എന്താണ് ആവശ്യമെങ്കിൽ ആവശ്യമുള്ളത് കൊടുക്കണം. അർഖം ബിൻ അർഖം റളിയല്ലാഹു അൻഹു, അന്ന് പ്രവാചകൻ ആവശ്യമുണ്ടായിരുന്നത് കൂടിയിരിക്കാൻ ഒരു ഇടമാണ്. ഒരു 16-18 വയസ്സ് പ്രായമുള്ള ഒരു കൗമാരക്കാരനായാണ് അർഖം ബിൻ അർഖം റളിയല്ലാഹു അൻഹു. നമ്മളിങ്ങനെ വലിയൊരു പ്രായക്കാരനൊന്നല്ല. അദ്ദേഹം അന്ന് കൊടുത്തത് സ്വന്തം പുരയിടമാണ് ദീനിനു വേണ്ടി കൊടുത്തത്. അന്ന് നബിക്ക് ആവശ്യം രഹസ്യമായി കൂടിയിരിക്കാൻ, പരസ്യപ്രബോധനം തുടങ്ങിയിട്ടില്ലാത്ത ശത്രുശക്തമായൊരു കാലത്ത് രഹസ്യപ്രബോധനത്തിലൂടെ മുന്നോട്ട് പോകുന്ന സമയത്ത് വിശ്വസിച്ച വിശ്വാസികളെ കൊണ്ട് ഈ ദീന് പഠിപ്പിക്കാൻ, കൂടിയിരിക്കാൻ ഒരു ഇടമാണ് ആവശ്യം. നബിയെ, എൻ്റെ വീട് ഞാൻ നൽകാമെന്നാണ് അദ്ദേഹം പ്രഖ്യാപിച്ചത്. എന്താണോ ആവശ്യം അത് കൊടുക്കാനുള്ള മനസ്സ് നമുക്കുണ്ടാകണം. ആയിരക്കണക്കിന് മനുഷ്യരിലേക്ക് ദീനിൻ്റെ സന്ദേശം എത്തിച്ച് ഇൻഷാ അല്ലാഹ് നൂറുകണക്കിന് ആളുകൾ ഈ പ്രബോധനം, ഈ പ്രഭാഷണം കേൾക്കാൻ, കാതു കൊടുക്കാൻ, മനസ്സു കൊടുക്കാൻ കുടുംബസമേതം വരാനിരിക്കുകയാണ് നമ്മുടെ നാട്ടിലേക്ക്. അവർക്ക് വേണ്ട സൗകര്യം മുഴുവൻ ചെയ്തു കൊടുക്കൽ ഇസ്ലാമികമായി നമ്മുടെ ബാധ്യതയാണ്. 1000 വേണ്ടിടത്ത് 1500 അങ്ങോട്ട് കൊടുത്ത് ഉത്തരവാദിത്തം നിർവഹിക്കാൻ നമുക്കാകണം. ഇതൊക്കെ ഇപ്പോൾ നമ്മൾ ഏറ്റെടുക്കേണ്ടിയിരുന്നോ എന്ന ഒരു നിരാശയുടെ വാക്കും പറഞ്ഞ് തിരിഞ്ഞു നടക്കേണ്ടവരല്ല നമ്മൾ. നമ്മളുടെ സാന്നിധ്യം ആവശ്യമാണ്, നമ്മളുടെ നിർദ്ദേശങ്ങൾ ആവശ്യമാണ്, നമ്മളുടെ സമയം ആവശ്യമാണ്, നമ്മളുടെ സമ്പത്ത് ആവശ്യമാണ്. ആവശ്യമുള്ളിടത്ത് ആവശ്യമുള്ളത് കൊടുത്ത് അള്ള തന്ന ഹിദായത്തിന് നന്ദി കാണിക്കാൻ സഹോദരങ്ങളെ നമ്മൾക്ക് മനസ്സുണ്ടാകണം. മുന്നിൽ നടക്കാനും ഇത് പ്ലാൻ ചെയ്തു തരാനും ഇതിനുവേണ്ടി നമ്മേക്കാൾ കൂടുതൽ സമയം ഉറക്കമൊഴിക്കാനും രാവിനെ പകലാക്കി ഓടാനും ആളുകളുണ്ട്, കൂടെ ഞങ്ങളുണ്ട് എന്നൊരു ധൈര്യം കൊടുത്താൽ നമുക്ക് ഇൻഷാ അല്ലാ ഇവിടെ വിപ്ലവങ്ങൾ ഉണ്ടാക്കാനാകും. ഒരു മനുഷ്യന് ഹിദായത്ത് കിട്ടിയാൽ,
നമുക്കറിയാം, കഴിഞ്ഞ നമ്മളുടെ തിരുവനന്തപുരത്ത് നടന്ന മുഖാമുഖം, അവിടെ ചോദിക്കാൻ വന്ന ചില ആളുകൾ, ബഹുമാന്യനായ ഫൈസൽ മൗലവിയുടെ വിഷയാവതരണം കഴിഞ്ഞപ്പോൾ ചില ആളുകൾ വന്നിട്ട് പറഞ്ഞു, വിഷയാവതരണം കേട്ടപ്പോൾ തന്നെ ഇനിയും ഞങ്ങൾക്ക് ചിലത് പഠിക്കാനുണ്ട് എന്ന് ബോധ്യപ്പെട്ടു, പഠിക്കാൻ ഞങ്ങൾ തീരുമാനിച്ചു എന്ന്. ഒരാൾക്ക് ഈ ഹിദായത്ത് കിട്ടിയാൽ സഹോദരങ്ങളെ, ഉറക്കമൊഴിച്ചത് മുതലാകും, പണം കൊടുത്തത് മുതലാകും, അള്ളാഹുവിന്റെ പരിശുദ്ധമായ കോടതിയിൽ തെളിഞ്ഞു കാണുമത്. അതുകൊണ്ട് ആവശ്യമുള്ളത് കൊടുക്കാൻ ഇനിയുള്ള ദിവസങ്ങളിൽ നമ്മൾ സജീവമായി മുന്നിലുണ്ടാകണം. അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.